ബിഗ് ബോസ് തമിഴ് സീസൺ 9 പറ്റി ഒരു ചാൻസ് ഉള്ള ഒരു കാര്യം ഇങ്ങനെ കിട്ടി. അത് ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ ഇങ്ങനെ പോകുന്ന സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് ആയിരുന്ന 1 തൊട്ട് ഈ 7 സീസൺ വരെ ഹോസ്റ്റ് ചെയ്ത നമ്മുടെ കമൽഹാസൻ, ഉലകനായകൻ, അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഹോസ്റ്റിംഗ് സീസൺ 8 വേണ്ടെന്നും വെച്ചും പറഞ്ഞു പോയത്. അതാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ സിനിമ ജൂൺ 5 വേൾഡ് വൈഡ് റിലീസാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രം ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നില്ല. അതായത് കർണാടകയിൽ മാത്രം ഈ സിനിമയുടെ റിലീസും കാര്യങ്ങളൊന്നും കാണത്തില്ല. കാരണം അവിടെ ഒരു ചെറിയ ഒരു പ്രശ്നം കമൽഹാസൻ്റെ സ്പീച്ച് മുഖാന്തരം ഉണ്ടായിരിക്കണം. അതായത് ഉലകനായകൻ കമൽഹാസൻ പറഞ്ഞ ഒരു കാര്യം, തമിഴ് ലാംഗ്വേജ് നിന്നാണ് കന്നഡ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടായെന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് ഈ കർണാടക ഗവൺമെൻറ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു കാര്യം വെച്ച് പബ്ലിക്കായിട്ട് കമൽഹാസൻ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കമൽഹാസൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ഞാൻ എന്തിന് ഇങ്ങനെ ഈ സോറി അപ്പോളജീസ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു തർക്കം പോയപ്പം ഈ ഒരു കർണാടകയിൽ ഈ സിനിമ റിലീസ് ചെയ്യത്തില്ല, അവിടെ ബാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി. ആ ഒരു കാര്യം അതെന്താണ്, ഈ ഒരു ബിഗ് ബോസുമായിട്ട് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമ അത് നല്ല പോലെ ഷൂട്ട് ചെയ്യാനും അതിനുവേണ്ടി മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാനും വേണ്ടിയാണ് കമൽഹാസൻ ഈ ബിഗ് ബോസ് സീസൺ 8 ഹോസ്റ്റിംഗ് സ്ഥാനം മാറ്റിവെച്ച് ഈ സിനിമയിലേക്ക് പോയാണ് ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു 100% പോലും പുള്ളി കൊടുത്തിരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു ഇത്രയും ബ്രഹ്മാണ്ഡമായ ഒരു സിനിമ ഇവിടെ ഇറങ്ങാൻ നേരത്ത് അതിനെ ചുറ്റിപ്പറ്റി കുറേ കോൺട്രവേഴ്സി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ബിഗ് ബോസ് തമിഴ് ഓഡിയൻസിനും കമൽഹാസൻ്റെ ഫാൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഇനി ബിഗ് ബോസിൻ്റെ ഈ ഒരു 9ാമത്തെ സീസണിൽ കമൽഹാസനെ ഹോസ്റ്റ് ആകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ആ ഒരു കാര്യമുള്ള നടപടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ 8ാമത്തെ സീസണിൽ നമ്മുടെ വിജയ് സേതുപതിയാണ് ഹോസ്റ്റും കാര്യങ്ങൾ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റിങ്ങിനെ പറ്റി എല്ലാവർക്കും വളരെ നല്ലൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടെക്നിക്കൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ബിഗ് ബോസ് സീസണിൻ്റെ ഒരു ലാസ്റ്റ് ഒരു സെക്ഷനും കാര്യം എടുത്ത സമയത്ത് അവർക്ക് വേണ്ടത്ര ഈ വ്യൂസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ TRP റേറ്റിംഗ് കിട്ടുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കമൽഹാസൻ ഒരു 1 തൊട്ട് ഈ ഒരു 6-7 സീസൺ വരെ വെച്ച് ഇതിൻ്റെ ആ ഒരു TRP റേറ്റിങ്ങിൻ്റെയും വ്യൂസിൻ്റെയും പകുതി പോലും കിട്ടിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രേക്ഷകർക്കത് ഒരു അക്സെപ്റ്റിംഗ് അല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഒരു സംഭവം ഉണ്ടായത്. പിന്നെ ഈ വിജയ് സേതുപതി ഈ ഒരു സീസണിൻ്റെ ഒരു തുടക്കമേക്ക് ഏറ്റവും മികച്ച രീതിക്കാണ് ഈ ഹോസ്റ്റും കളിച്ചു. അദ്ദേഹം തുടക്കത്തിലൊക്കെ എന്നടാ എന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും മികച്ചതായിട്ട് കമൽഹാസനെക്കാട്ടിയും മികച്ചതായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു സീസണായിരുന്നു. കാരണം അത്രയ്ക്കൊരു പീക്ക് ലെവലിൽ കൊണ്ടുപോയിട്ട് ഈ ഫാമിലി വീക്ക് ആ ഒരു ടൈം കിട്ടുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഷോയുടെ ഗ്രാഫിങ് താന്ന കണക്ക് തോന്നിപ്പോയി. പിന്നെ നമ്മുടെ കമൽഹാസൻ്റെ ആ ഒരു ഹോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ എടുത്തു കഴിഞ്ഞാൽ കുറേ ഈ ഒരു വേണ്ടത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിൽ കൂടെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്ന ഈ ഒരു പുസ്തക അവതരണം, തമിഴിൽ പറയും പുസ്തക പരിതുറ എന്നൊരു സാധനമുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒട്ടും അടുത്ത ഓഡിയൻസിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങൾ വെച്ച് ആ സ്ഥാനത്താണ് വിജയ് സേതുപതി ഏറ്റവും മികച്ച ഒരു ഹോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവിടെയാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്, വിജയ് സേതുപതിയുടെയും ഈ ഒരു കമൽഹാസൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഈ ഒരു തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും മാസങ്ങളും ടൈമുകളും അദ്ദേഹം എടുത്ത് ഒരു ഡെഡിക്കേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഇനി ബിഗ് ബോസ് സീസൺ 9 ഹോസ്റ്റായിട്ട് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. കമൽഹാസൻ്റെ ഈ ഒരു ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഹോസ്റ്റ് ആവുകയാണെങ്കിൽ ഈ ഷോ മുഖാന്തരം ഈ പ്രശ്നപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണെന്നും, പിന്നെ കമൽഹാസൻ വന്നു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ ഒരു ഹൈപ്പ് ഒന്നുകൂടെ കൂടുന്നതും TRP റേറ്റിംഗ് കൂടുതലുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണെന്നൊക്കെയാണ് തമിഴ് ഓഡിയൻസ് പറയുന്നത്. അവിടുത്തെ മികച്ച ഒരു യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ബിഗ് ബോസ് സീസൺ 9 ഇനി തുടങ്ങാൻ വേണ്ടി ഇനി കുറച്ച് മാസങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവർ ഇനി വരും മാസങ്ങളിലൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യും. ആ ഒരു കാര്യം വെച്ച് കമൽഹാസനെയും ഹോസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കമൽഹാസൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നഡ എന്ന് പറഞ്ഞ ലാംഗ്വേജ് നിങ്ങൾ സിനിമകൾ കണ്ടവർക്ക് മനസ്സിലാവും. എന്നെ അപേക്ഷയാണെങ്കിൽ ഞാൻ 2-3 കന്നഡ സിനിമകൾ കണ്ട സമയത്താണെങ്കിൽ എനിക്ക് അവിടെയും ഇവിടെയുമൊക്കെ ഈ ഒരു തമിഴ് ലാംഗ്വേജിൻ്റെ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെനിക്ക് ലൈറ്റായിട്ട് എനിക്ക് തോന്നിപ്പോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2 സിനിമ കന്നഡ ഭാഷ തന്നെ കണ്ട സമയത്ത് എനിക്ക് തമിഴ് ലാംഗ്വേജുമായിട്ടൊരു സാമ്യവും കാര്യങ്ങളൊക്കെ തോന്നിപ്പോയി. പിന്നെ ആ ഒരു കാര്യം വെച്ച് കമൽഹാസൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ
വിജയ് സേതുപതിയാണോ കമൽഹാസനാണോ ഇനി അങ്ങോട്ട് ഹോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ടിയാണ് കമൽഹാസൻ ബിഗ് ബോസ് ഹോസ്റ്റിംഗ് ചെയ്ത് പോയിട്ട് ഏറ്റവും മികച്ച രീതിക്ക് ഈ ഒരു സിനിമ വരണം എന്നുള്ള കാര്യങ്ങൾ വെച്ച് ഫുൾ ഡെഡിക്കേഷൻ വേണ്ടിയാണ് ഈ ഒരു ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ഒരു കാര്യങ്ങൾ വെച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞ തമിഴ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കമൽഹാസന് വേണ്ടി ജൂൺ 5-ാം തീയതി ഈ സിനിമ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക, സപ്പോർട്ട് കൊടുക്കുക. ആ ഒരു കാര്യങ്ങൾ വെച്ച് കന്നഡ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് തമിഴ് സിനിമ ലാംഗ്വേജ് നിന്നാണ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. അപ്പം കർണാടക എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് ഇവിടെ ഒരു ഈ ഷോ നടക്കത്തില്ല. അവിടുത്തെ തമിഴ് ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കണം. അവരൊക്കെ ഇനി ചെന്നൈയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഈ സിനിമ കാണേണ്ടി വരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഇങ്ങനെ മുന്നോട്ട് ഒരു കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കുള്ള കാര്യം ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഹോസ്റ്റ് കമൽ സാർ തന്നെയാക്കാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ്. അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഇനി ഒരു അതർവൈസ് അത് നടന്നില്ലെങ്കിൽ പിന്നെ വിജയ് സേതുപതി തന്നെയായിരിക്കും ഒരു ഹോസ്റ്റിംഗ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്നിരുന്നാലും കമൽഹാസൻ ഈ ഷോയുടെ ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ആയതുകൊണ്ട് പുള്ളി തന്നെ കൊണ്ടുവരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ആ ഒരു ക്രൂ അതിനുവേണ്ടി മാത്രമേ ശ്രമിക്കാറുള്ളൂ എന്നുള്ള കാര്യത്തോടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കമൽഹാസൻ്റെ ഒരു വൺ കംബാക്ക് ഒരു ബിഗ് ബോസ് പരമായിട്ട് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അതും ഒരു മികച്ച വിജയമായി മാറട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് പേഴ്സണലി പറയാൻ വേണ്ടി പറ്റൂ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഫസ്റ്റ് ഡേ തന്നെ ജൂൺ 5-ന് വേണ്ടി പോയി മാക്സിമം സിനിമ കാണാൻ ശ്രമിക്കുക, സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഈ സിനിമയ്ക്ക് ഒരു തിരിച്ചടിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സോ ആ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു മുന്നോട്ട് പോക്കാൻ കാരണം. സോ ആ ഒരു കാര്യം വെച്ച് ഞാനിവിടെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല വന്നത്. ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഹോസ്റ്റായിട്ട് കമൽഹാസനെ വിളിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സംഭവം കിട്ടിയുണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇതാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 സീസണെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റിംഗ് കാര്യമായിട്ട് കിട്ടിയ കമൽഹാസനെ ഹോസ്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ. അത് എവിടെയും കൺഫേം അല്ല, വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ആ ഒരു ഷോയുടെ ഐഡൻറ്റിറ്റി 1 തൊട്ട് 6-7 സീസൺ വരെയും മികച്ച രീതിക്ക് ഹോസ്റ്റ് ചെയ്ത കമൽഹാസൻ തന്നെ വന്നിട്ട് ഈ ഒരു 9-ാം സീസൺ ഹോസ്റ്റ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ വിജയ് സേതുപതി തന്നെ മതിയോ എന്നുള്ള കാര്യങ്ങളെ വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന കാര്യങ്ങൾ കൂടെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. സോ ആ ഒരു കാര്യം വെച്ച് ഇനിയും ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ, തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ മലയാളം ബിഗ് ബോസ് അതിനെപ്പറ്റിയുള്ള കുറേ റൂമറും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. രേണു സൂര്യയ്ക്ക് ഈ ബിഗ് ബോസ് സീസണിൽ കാണുന്നുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് നോക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്. സോ ഇനി അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം വെച്ച് തമിഴ് ബിഗ് ബോസിൻ്റെ മലയാളം ബിഗ് ബോസിൻ്റെ ജെനുവിൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുക. ഓക്കെ, ആ ഒരു കാര്യം വെച്ച് മറ്റ് അപ്ഡേറ്റ് എന്തെങ്കിലും ബിഗ് ബോസിനെ പറ്റി കിട്ടിക്കാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം വെച്ച് ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.